ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് BSNLൻ്റെ ഫൈബർ കണക്ഷൻ നമുക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് തന്നെ ടെലിഫോൺ എക്സ്ചേഞ്ചിലൊന്നും പോകാതെ വീട്ടിലിരുന്ന് എങ്ങനെ ബുക്ക് ചെയ്യുക എന്നാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം BSNLൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് മൈ BSNL എന്ന് സെർച്ച് ചെയ്യുക. അതിനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളവിടെ മൈ BSNL എന്ന് സെർച്ച് ചെയ്താൽ മതി. ആദ്യം വരുന്നത് ഈ ആപ്പാണ്. ഇതിൽ ഒരു BSNLൻ്റെ ലോഗോ ഒക്കെ ഉള്ളതാണ്. ഇത് ഇവിടുന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഞാനിത് ഈ ആപ്ലിക്കേഷൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഇവിടെ ഓപ്പൺ എന്നാണ് എനിക്ക് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഇവിടെ ഒരു ജസ്റ്റ് ഒന്ന് സ്കിപ്പ് അടിച്ചതിന് ശേഷം ഇവിടെ നമുക്ക് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. രജിസ്ട്രേഷൻ ഒന്നും ചെയ്യേണ്ട, നമ്മൾ താഴെ സ്കിപ്പ് ലോഗിൻ എന്ന് കാണാൻ പറ്റും. അതൊന്ന് സ്കിപ്പ് അടിക്കുക. അങ്ങനെ സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ പേജിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് സിനിമ പ്ലസ്, അതായത് അപ്ഡേറ്റ് രജിസ്ട്രേഷൻ നമ്പർ, അതേപോലെ കംപ്ലയിൻറ്റ്സ്, നമുക്ക് ബില്ല് പേ, റീചാർജ്, അങ്ങനെ അത് ഒരുപാട് ഓപ്ഷൻ താഴേക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരു അഞ്ചാമത്തെ ഒരു ഓപ്ഷനായിട്ട് നമുക്കിവിടെ ബുക്ക് ന്യൂ കണക്ഷൻ എന്നുള്ള ഒരു പ്ലസ് ഐക്കൺ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫില്ല് ചെയ്യേണ്ട ഒരു ഭാഗം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ ഫസ്റ്റായിട്ട് കാണുന്ന ഭാഗത്ത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ നെയിം, നമുക്ക് ഈ ഒരു ഭാരത് ഫൈബർ ബ്രോഡ്ബാൻഡ് കണക്ഷൻ നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ആദ്യം നമ്മളെ നെയിം കറക്റ്റായിട്ട് കൊടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മളെ കോണ്ടാക്റ്റ് നമ്പർ, നമ്മൾ കറക്റ്റായിട്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്ന കോണ്ടാക്റ്റ് നമ്പർ തന്നെ ഇവിടെ കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ കറക്റ്റായിട്ടുള്ള ഇമെയിൽ അഡ്രസ്സും നമ്മൾ ഇവിടെ കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ അടിയിൽ ഒരു കോളം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഇമെയിൽ എന്ന് കാണുന്ന ഈ കോളത്തിൻ്റെ തൊട്ട് താഴെ കാണുന്ന അവിടെ നമ്മുടെ ഭാരത് ഫൈബർ ബ്രോഡ്ബാൻഡ് എന്നുള്ള ഈ ഒരു കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളത് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇതിൽ വേറെ ഏതെങ്കിലും ആണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഭാരത് ഫൈബർ കണക്ഷൻ, അതേപോലെ ഭാരത് എയർ ഫൈബർ, ലാൻഡ് ലൈന് പ്ലസ് ബ്രോഡ്ബാൻഡ് എന്നുള്ള ഒരുപാട് ഓപ്ഷൻ കാണും. അതിൽ നമ്മൾ ഒന്നാമത്തെ ഓപ്ഷൻ ഈ ഭാരത് ഫൈബർ ബ്രോഡ്ബാൻഡ് എന്നുള്ളതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് അവിടെ ഓക്കെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ തൊട്ട് താഴെ ഇവിടെ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് കാര്യങ്ങൾ, അതായത് സ്റ്റേറ്റ് ഒന്ന് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അവിടെ നമ്മൾ കേരള കൊടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്ട്രിക്ട് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക. നമ്മുടെ ഡിസ്ട്രിക്ട് ഏതാണെന്ന് വെച്ചാൽ ആ ഒരു ഡിസ്ട്രിക്ട് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മളെ അഡ്രസ്സ് ഇവിടെ കറക്റ്റായിട്ട് നമ്മളൊരു അഡ്രസ്സ് കൊടുക്കാം. അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ കറക്റ്റായിട്ടുള്ള പിൻകോഡും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു കണ്ടിന്യൂ എന്നുള്ള ഒരു ബട്ടൺ നമുക്ക് കാണാൻ സാധിക്കും. അതൊന്ന് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് ആദ്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം, നമ്മൾ കൊടുത്തതെന്ന് കറക്റ്റാണോ നോക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ കസ്റ്റമർ നെയിം എന്നുള്ളിടത്ത് നമുക്ക് നമ്മുടെ നെയിം കാര്യങ്ങൾ കൊടുക്കാം. അത് കഴിഞ്ഞ് കോണ്ടാക്റ്റ്, നമ്മൾ കറക്റ്റായിട്ടുള്ള മൊബൈൽ നമ്പർ, അത് കഴിഞ്ഞ് നമ്മളെ ഇമെയിൽ ID, അത് കഴിഞ്ഞ് നമ്മളിവിടെ ഭാരത് ഫൈബർ ബ്രോഡ്ബാൻഡ് എന്നുള്ള അതിൽ സെലക്ട് ആക്കി നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മളെ സ്റ്റേറ്റും കാര്യങ്ങളും കറക്റ്റായിട്ട് കൊടുത്ത് അത് കഴിഞ്ഞ് നമ്മളെ ഡിസ്ട്രിക്റ്റും കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മളെ അഡ്രസ്സും അതേപോലെ അത് കഴിഞ്ഞ് നമ്മളെ പിൻകോഡും കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ കണ്ടിന്യൂ എന്ന് ചെയ്യാം. അപ്പോൾ ഈ പിൻകോഡ് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം, കാരണം ഇത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. നമ്മൾ ഈ ഒരു മെയിൽ ID ഒക്കെ നമുക്ക് മെയിലായിട്ട് നമുക്ക് ഈ ഒരു ബ്രോഡ്ബാൻഡ് കിട്ടുന്ന സമയത്ത് നമുക്കിതിൽ മെയിലായിട്ടും അതേപോലെ മെസ്സേജായിട്ടും നമുക്ക് വരും. അപ്പോൾ നമ്മൾ കൊടുത്ത മെയിൽ ID നമ്മൾ കൊടുത്ത ഫോൺ നമ്പറും കറക്റ്റായിട്ട് ഇരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പിൻകോഡ് കൊടുത്തതിന് ശേഷം ഇവിടെ കണ്ടിന്യൂ എന്ന് കാണാൻ സാധിക്കും. അതിൽ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുത്ത ആ ഒരു കറക്റ്റ് സ്ഥലം നമുക്കിവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ തൊട്ട് താഴെ തന്നെ നമ്മളിവിടെ രജിസ്റ്റർ എന്ന് കാണാൻ സാധിക്കും. ഇതിൽ ഈ രജിസ്റ്റർ എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് രജിസ്റ്റർ ആവും. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമ്മുടെ ലൊക്കേഷൻ എനേബിൾ ആക്കി ഓപ്പൺ ലൊക്കേഷൻ സെറ്റിങ്സ് ചോദിക്കും. അവിടെ നമ്മളൊന്ന് ലൊക്കേഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ലൊക്കേഷൻ ഓൺ ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചോദിക്കില്ല. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിൽ സെലക്ട് ആയിട്ടുണ്ടാവും.
രജിസ്റ്റർ നൗലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രോഡ്ബാൻഡിൻ്റെ ഈ ഒരു കണക്ഷൻ നമുക്ക് രജിസ്റ്റർ ആവുന്നതാണ്. നമ്മുടെ ലൊക്കേഷൻ അവിടെ കറണ്ടായി കാണിക്കും. അഥവാ കാണിക്കുന്നില്ലെങ്കിൽ ഇവിടെ ഈ മേലെ ഈ സെർച്ച് ബാറിൽ നമ്മൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മളെ കറക്റ്റ് ആ ഒരു ലൊക്കേഷൻ കറക്റ്റായിട്ട് കൊടുക്കാൻ സാധിക്കും. എന്നിട്ട് അവിടെ കറക്റ്റായിട്ട് ലൊക്കേഷൻ കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് അവിടെ കറക്റ്റായിട്ട് നമ്മൾ ആ കറക്റ്റ് ലൊക്കേഷനിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഈ രജിസ്റ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ഒരു സ്ഥലത്ത് നമുക്ക് ലൊക്കേഷൻ കറണ്ടായിട്ട് കാണിക്കും. ഈ രജിസ്റ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഈ BSNLൻ്റെ ഫൈബർ കണക്ഷൻ നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് ഫോണിലേക്ക് മെസ്സേജ് വരും. അതുകൂടാതെ ഒരു 3 ദിവസത്തിൽ കൂടാതെ തന്നെ അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും. ഇപ്പോൾ വേഗത്തിൽ തന്നെ കോൾ ചെയ്യുകയും പെട്ടെന്ന് തന്നെ നമുക്ക് കണക്ഷൻ കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഓരോ ഏരിയ അനുസരിച്ച് ചിലപ്പോൾ ലേറ്റ് ആവാം, ചിലപ്പം അതിലും പെട്ടെന്ന് കിട്ടാം. ചില ഏരിയയിൽ കണക്ഷൻ വന്നില്ലെങ്കിൽ അവരുമായി ഒന്ന് വിളിച്ച് നമ്മൾ കോൺടാക്റ്റ് ചെയ്യേണ്ടി വരും. ആ ഏരിയയിൽ കുറച്ച് ഡിലേ ആവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ BSNLൻ്റെ കണക്ഷൻ ബുക്ക് ചെയ്യുന്നത്. ബുക്ക് ചെയ്താൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ മെസ്സേജായിട്ടും അതേപോലെ ബുക്കിംഗ് നമ്പറൊക്കെ കാണിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ടെക്നോളജിക്കൽ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.